പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 2-ാം മാസത്തിൻ്റെ 26ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ഈ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 127-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. മനുഷ്യരെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലതും പണിയുന്നവരാണ്. ആരും അലസരായി കഴിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം പണിയുന്നത് ഉറപ്പുള്ളതും നിലനിൽക്കുന്നതും ആയിരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്തെല്ലാമാണ് മനുഷ്യർ പണിയുന്നത്? വീട്, കുടുംബം, പട്ടണം, ആലയം, സാമ്പത്തിക ഭദ്രത, സുവിശേഷം, വേല, ക്രിസ്തീയ ജീവിതം, കല, സാംസ്കാരികം, രാഷ്ട്രീയം തുടങ്ങിയ പല നിലയിലുള്ള പണികളിൽ മനുഷ്യർ ഏർപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പണികളിൽ ചിലത് വിജയിക്കുകയും ചിലത് പരാജയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ നാം ഏത് പണി നടത്തിയാലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് കൂടെ പണിതില്ല എങ്കിൽ ആ പണി പരാജയമായിരിക്കും എന്നതിന് സംശയമില്ല. ദൈവത്തിൻ്റെ അനുവാദത്തോടും സമ്മതത്തോടും കൂടെ പണിയണം എന്നല്ല, മറിച്ച് ദൈവം തന്നെ പണി നടത്തിയില്ല എങ്കിൽ ആ പണി പരാജയമായിരിക്കും എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിക്കുന്നത്. ആത്മീയവും ഭൗതികമായ എല്ലാ കാര്യങ്ങൾക്കും ഈ പ്രമാണം ബാധകമാണ്. ആത്മീയ ജീവിതം ഫലം കായ്ക്കുന്നതിനെക്കുറിച്ചും ക്രിസ്തീയ ജീവിതം നന്നായി നിലനിർത്തുന്നതിനെക്കുറിച്ചും കർത്താവ് പറയുമ്പോൾ ശിഷ്യന്മാരെ ഓർപ്പിക്കുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നാണ്. കർത്താവിനെ കൂടാതെ മീൻപിടുത്തത്തിന് പോയപ്പോഴും പത്രോസിന് ഒന്നും ലഭിച്ചില്ല. രോഗികളെ സൗഖ്യമാക്കുവാൻ ശ്രമിച്ചപ്പോഴും ശിഷ്യന്മാർക്ക് അതിനും കഴിഞ്ഞില്ല. നമ്മുടെ ആത്മീയ ജീവിതം നന്നായിരിക്കണമെങ്കിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം. ആമേൻ. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തി കനാൻ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ കഴിവും അധികാരവും അതിനുള്ള പ്രാപ്തിയും ദൈവം മോശയ്ക്ക് നൽകി. കൂടാതെ അവർ കനാൻ നാട്ടിൽ എത്തുന്നത് വരെയും അവരുടെ വഴികാട്ടിയായി ഒരു ദൂതൻ ഒപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്നും ദൈവം മോശയോട് പറഞ്ഞു. എന്നാൽ തങ്ങളുടെ യാത്ര സഫലമായി തീരണമെങ്കിൽ ദൂതൻ മാത്രം കൂടെ വന്നാൽ പോരാ എന്നും ദൈവം തന്നെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് മോശ വാശി പിടിക്കുവാനിടയായി. ആകയാൽ പ്രിയ ദൈവവേദിലെ, നമ്മുടെ ഏത് ആവശ്യങ്ങളും സഫലമായി തീരണമെങ്കിൽ ദൈവം നടത്തിപ്പുകാരനായി നമ്മോട് കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് എത്രയും ആവശ്യമാണ്. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ ഒന്നാണ് പാർപ്പിടം. എക്കാലത്തും മനുഷ്യൻ്റെ ശ്രദ്ധയും ശ്രമവും പാർപ്പിട നിർമ്മാണത്തിൽ പതിഞ്ഞിരിക്കുന്നു. ഭവനങ്ങൾ മനോഹരമായി തീർക്കുവാൻ കോടിക്കണക്കിന് മുതൽ മുടക്കുന്ന അവരും മണിമന്ദിരങ്ങൾ അവരുടെ പ്രൗഢിയും പ്രതാപവും വിളിച്ചറിയിക്കുന്നതിനുമുള്ള പ്രധാനമായ സ്തോത്രം അവർ കാണുകയും ചെയ്യുന്നു. വളരെ മനോഹരമായ ഭവനങ്ങൾ പണിയുവാൻ അവർ കോടിക്കണക്കിന് രൂപകൾ ചെലവഴിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള പണികൾക്ക് ദൈവസഹായം ലഭിക്കുകയും ദൈവം കൂടെ ഇരുന്ന് പണിയുകയും ചെയ്യുകയില്ല എന്ന് നാം തിരിച്ചറിയണം. ഇവിടുത്തെ ഭവനം താൽക്കാലികം ആണെന്നും നാം നമ്മുടെ ശാശ്വത ഭവനത്തിലേക്ക് പോകേണ്ടവരാണെന്നുമുള്ള ചിന്തയോടുകൂടെ വേണം വീട് പണിയുവാൻ. ആമേൻ. പലരും ആമേശത്വം ഇവിടെ കോടിക്കണക്കിന് വർഷം നാം ജീവിക്കും, ആയിരക്കണക്കിന് വർഷം ജീവിക്കും എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടെയാണ് അവിടെ സമ്പാദ്യങ്ങളെല്ലാം ചേർത്ത് വായ്പകൾ കൂടെ വാങ്ങി ചേർത്ത് കൊണ്ട് വളരെ മനോഹരമായ ഭവനങ്ങൾ പണിയുന്നത്. നല്ല ഭവനം ദൈവമക്കൾക്ക് ലഭിക്കുന്ന മനുഷ്യന് നല്ല ഭവനമുള്ളത് നല്ലത് തന്നെയാണ്. എന്നാൽ ദൈവവചനം കൂടെ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തെ അറിയാത്തവരും
ദുഷ്ടത പ്രവർത്തിക്കുന്നവരും നല്ല വീടുകൾ പണിയുന്നുണ്ട്. അവരുടെ പണിയിൽ ദൈവം സഹായകനായി വേണമെന്ന് അവർ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നുമില്ല. എന്നിട്ടും അവർ പണി തുടങ്ങുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ പാർക്കുവാൻ ആരും ഉണ്ടാകുകയില്ല എന്നാണ് വചനം പറയുന്നത്. വലുതും മനോഹരവുമായ എത്രയെത്ര വീടുകളാണ് നമുക്ക് ചുറ്റും അടഞ്ഞ് ശൂന്യമായി കിടക്കുന്നത്. വചനം നിരസിച്ച് ജീവിക്കുന്നവർ വീട് പണിതാലും അവർ അതിൽ പാർക്കുവാൻ ഇടവരുകയില്ല എന്നും കൂടെ തിരുവചനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ദൈവഭക്തൻ അവൻ പണിയുന്ന വീട്ടിൽ അവൻ തന്നെ പാർക്കും. ആമേൻ. അഹങ്കാരിയുടെ വീട് ദൈവം പൊളിച്ചു കളയും. ആമേൻ. ദുഷ്ടന്റെ വീട്ടിൽ ഭൂതം നൃത്തം ചെയ്യുമ്പോൾ അതിൽ ഒരു നാളും കൂടി പാർക്കാൻ അവൻ ആരും ഉണ്ടാകില്ല. തലമുറയോളം അതിൽ ആരും വസിക്കുകയുമില്ല. എന്നാൽ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസഘോഷം മുഴങ്ങും. ചുരുക്കത്തിൽ ദൈവഭക്തന്റെ വീടിൻ്റെ പണിക്കാരനായി ദൈവം കൂടെ ഇരിക്കുമ്പോൾ അവൻ്റെ ഭവനം നിലനിൽക്കുക തന്നെ ചെയ്യും. വീട് പണിയുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു നല്ല കുടുംബം പണിയുക എന്നത്. സമാധാനമായി ജീവിക്കുവാൻ കുടുംബം ഏറ്റവും മനോഹരമായിരിക്കണം എന്നും സ്തോത്രം നമുക്ക് തിരുവചനത്തിൽ കൂടെ കാണുവാൻ കഴിയും. നോഹ എന്ന ഭക്തൻ പെട്ടകം പണിയുമ്പോൾ തൻ്റെ കുടുംബം ഒരുമിച്ചുണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ സ്തോത്രം കുടുംബം എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് നോഹയുടെ ജീവിതത്തിൽ സ്തോത്രം ദൈവം കൂടെ ഇരുന്ന് പണിതുവെന്ന് നമുക്ക് നിശ്ചയമായും വിശ്വസിക്കുവാനിടയുണ്ട്. സമാധാനമായി ജീവിക്കുന്ന കുടുംബങ്ങളെക്കാൾ ഇന്ന് അധികമുള്ളത് തകരുന്നതും തകർത്തതുമായ കുടുംബങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോകുന്നത് കൊണ്ടല്ല. അത് മാത്രമല്ല, ഇന്ന് അനേക കുടുംബങ്ങളും തകരുന്നത് പിന്നെയോ ദൈവം സ്തോത്രം കുടുംബജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തിന് സ്തോത്രം കുടുംബത്തിനകത്ത് സ്ഥാനം കൊടുക്കാതെ പ്രാർത്ഥനാ ജീവിതം, ആരാധനാ ജീവിതം, ഉപവാസം എല്ലാം ഒഴിച്ചു നിർത്തിക്കൊണ്ട്, ദൈവത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഭവനാന്തരീക്ഷം സന്തോഷമാക്കുവാൻ അവർ ശ്രമിക്കുമ്പോൾ അത് കണ്ട് ഓരോ ദിവസവും സ്തോത്രം ദൈവം അവരിൽ നിന്ന് മാറുകയും ആ ഭവനത്തിൽ പിശാചു കയറുകയും പാപം നിറയുകയും ആ കുടുംബജീവിതം തകരുകയും സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുകയും രോഗവും ശാപവും അവരെ പിന്തുടരുകയും അവരുടെ നന്മകളെല്ലാം തകർന്നു പോവുകയും ചെയ്യും ഇടയാകും. ആമേൻ. ദാവീദ് പറയുന്നത്, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നാണ്. ഫലപ്രദമായ മുന്തിരിവള്ളിക്ക് സമമായ ഭാര്യയും തഴച്ചു വളരുന്ന സ്തോത്രം ഒലിവ് തൈക്ക് സമമായി സന്തതികളും ദൈവഭക്തന്മാരുടെ ഭവനത്തിൽ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. എന്നാൽ ദൈവത്തെ കൂടാതെ ഭവനം പണിത ഏലി പുരോഹിതന്റെ കുടുംബത്തിൻ്റെ അന്ത്യം പരമദയനീയമായിരുന്നു. ദൈവത്തെ ആരാധിക്കുവാനുള്ള ആലയം പണിയുന്ന കാര്യത്തിൽ ആയാൽ പോലും ദൈവം നല്ല പണിക്കാരനായി നമ്മോടുകൂടെ ഇരിക്കുന്നുവെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ദൈവവചനം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അത് ജയിക്കുകയില്ല. അപ്പോൾ ദൈവം സ്തോത്രം പണിയണം. ഒരു ഭവനമായാലും ഒരു വ്യക്തിയായാലും വിദ്യാഭ്യാസ മേഖലയായാലും ബിസിനസ് ആയാലും ഏത് തന്നെ ആയാലും പ്രിയ ദൈവവേദനയും ദൈവം അത് പണിയാതിരുന്നു കഴിഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ അത് നിലനിൽക്കുകയില്ല എന്ന് വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഒത്തിരി തിരിച്ചറിവാനിടയായിട്ടുണ്ട്. ദൈവത്തെ കൂടാതെയും ദൈവിക പദ്ധതികൾക്ക് വിരുദ്ധമായും പട്ടണം പണിയുവാൻ തുടങ്ങിയാലും അതിൽ സ്വസ്ഥമായി വസിപ്പാൻ ആർക്കും കഴിയുകയില്ല. എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ പട്ടണങ്ങൾക്കും കാവൽക്കാർ ഇല്ലാഞ്ഞിട്ടല്ല അവർ തകർന്നു പോകുന്നത്. യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കും എന്നാണല്ലോ ബൈബിൾ പഠിപ്പിക്കുന്നത്. വീടും പട്ടണവും കുടുംബവും മറ്റും പണിയുവാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരുവൻ്റെ സ്തോത്രം ആത്മീയ ജീവിതം നിശ്ചയമായും പണിയേണ്ടത് ആവശ്യമാണ്. ഒരു ആത്മീയ ജീവിതം സ്തോത്രം നാം പണിത് സുരക്ഷിതമാക്കണം. ഈ ലോകത്തിലെ കാര്യങ്ങൾ എല്ലാം ഇഹലോകം കൊണ്ട് അവസാനിക്കും. ഇവിടുത്തെ എല്ലാ വാസവും ഇവിടം കൊണ്ട് അവസാനിക്കും. ഇഹലോകം കൊണ്ട്
അവസാനിക്കുമ്പോൾ, എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ശരിയായിരിക്കുകയും വളർച്ച പ്രാപിക്കുകയും ചെയ്യണമെങ്കിൽ നാം നമ്മുടെ ആത്മീയ ജീവിതം പണിതേ മതിയാകും. അതിന് നിത്യതയിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. ആകയാൽ പ്രിയ ദൈവവേദിയിലെ ഇന്ന് പ്രഭാതം നമ്മുടെ ക്രിസ്തീയ ജീവിതം യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ നമുക്ക് പണിയുവാൻ ഇടയാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മെ ദൈവം ഒരുക്കട്ടെ. നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്ന് പ്രഭാതം ഞങ്ങളുടെ ഭവനത്തെ യഹോവ പണിയണം. ഞങ്ങളുടെ കുടുംബത്തെ യഹോവ പണിയണം. ഞങ്ങളുടെ തലമുറയുടെ ഭാവികളെ യഹോവ പണിയണം. അവിടെ വിദ്യാഭ്യാസങ്ങളെ പണിയണം. ആമേൻ. ബിസിനസ് മേഖലകളെ പണിയണം. അവിടെ എല്ലാ സ്തോത്രം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും ഇന്ന് പകൽ പരിശുദ്ധ പണിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.